നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറെക്കാലമായി കാത്തിരിക്കുന്ന മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അഥവാ MTA പദ്ധതിയിൽ നിർണായക പുരോഗതി കൈവരിച്ചിരിക്കുകയാണ്. 3 വിദേശ വിമാന നിർമ്മാതാക്കൾ സമർപ്പിച്ച നിർദ്ദേശങ്ങളുടെ സാങ്കേതിക മൂല്യനിർണ്ണയം പ്രതിരോധ മന്ത്രാലയം പൂർത്തിയാക്കിയതോടെ പദ്ധതി അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ഘട്ടമായി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് ഉടൻ തന്നെ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ നൽകുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു പദ്ധതിക്കോ സേവനത്തിനോ വേണ്ടി യോഗ്യരായ കമ്പനികളിൽ നിന്നോ കരാറുകാരിൽ നിന്നോ ഔദ്യോഗിക നിർദ്ദേശങ്ങളും ലേലങ്ങളും ക്ഷണിക്കുന്ന രേഖയാണ് റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ അഥവാ RFP. 5 പേരുടെ മരണത്തിനിടയാക്കിയ AN-32 വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പഴക്കമേറിയ സോവിയറ്റ് നിർമ്മിത വിമാനങ്ങൾ അടിയന്തരമായി മാറ്റിസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി കണക്കിലെടുത്താണ് ഈ നിർണായക നീക്കം. ഇന്ത്യയുടെ വ്യോമശേഷി ശക്തിപ്പെടുത്തുകയാണ് MTA പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതി പ്രകാരം ആദ്യഘട്ടത്തിൽ 12 വിമാനങ്ങൾ വിദേശത്ത് നിന്ന് പൂർണ്ണമായി നിർമ്മിച്ച നിലയിൽ തന്നെ ഇറക്കുമതി ചെയ്യും. ശേഷിക്കുന്ന 68 വിമാനങ്ങൾ ഇന്ത്യൻ കമ്പനികളുമായിട്ടുള്ള സംയുക്ത സംരംഭങ്ങളിലൂടെ രാജ്യത്തിനകത്ത് തന്നെ നിർമ്മിക്കുന്നതാണ് പദ്ധതി. ഇതിലൂടെ പ്രതിരോധ ഉൽപ്പാദനത്തിൽ സ്വദേശിവൽക്കരണം 50%-ലധികമാക്കി ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. തദ്ദേശീയ നിർമ്മാണത്തിൽ വിമാനത്തിന്റെ ഘടനാപരമായ ഭാഗങ്ങൾ, വയറിംഗ് ഹാർനസുകൾ, ഏവിയോണിക്സ് റാക്കുകൾ, സോഫ്റ്റ്വെയർ സംയോജനം എന്നിവയെല്ലാം ഉൾപ്പെടും. ഭാവിയിൽ ഇന്ത്യൻ മിഷൻ സംവിധാനങ്ങൾ എളുപ്പത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഓപ്പൺ ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോമാണ് വ്യോമസേന ആവശ്യപ്പെടുന്നത്. ഈ പദ്ധതിക്കായി മത്സര രംഗത്ത് 3 പ്രമുഖ വിമാന നിർമ്മാതാക്കളാണുള്ളത്. C-295 പദ്ധതിയിലെ ടാറ്റയുമായിട്ടുള്ള പങ്കാളിത്തം മുൻനിർത്തി എയർബസ് A400M വിമാനമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് C-130J വിതരണം ചെയ്യുന്ന ലോക്ഹീഡ് മാർട്ടിനും ടാറ്റയുമായി ചേർന്ന് ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രസീലിന്റെ എംബ്രയർ മഹീന്ദ്ര ഡിഫൻസുമായി സഹകരിച്ച് C-390 മില്ലേനിയം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിമാനങ്ങളുടെ ശേഷി, വാങ്ങൽ, പരിപാലന ചെലവ്, സാങ്കേതികവിദ്യ കൈമാറ്റം, പങ്കാളിത്തം, ദീർഘകാല പിന്തുണ തുടങ്ങിയ ഘടകങ്ങളാകും അന്തിമ തീരുമാനത്തിൽ നിർണായകമാകുക. 2020 അതിർത്തിയിലെ വിന്യാസങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ആവശ്യകതകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലുള്ള 9 ടൺ ശേഷിയുള്ള C-295 വിമാനങ്ങൾക്കും 77 ടൺ ശേഷിയുള്ള C-17 വിമാനങ്ങൾക്കും ഇടയിലെ വിടവ് നികത്താൻ 18 മുതൽ 30 ടൺ വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന വിമാനമാണ് വ്യോമസേന ലക്ഷ്യമിടുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച് 26 ടൺ ഭാരമുള്ള സൊരാവർ ലൈറ്റ് ടാങ്ക്, M777 ഹൗവിറ്റ്സർ ഉൾപ്പെടെയുള്ള ഭാരമേറിയ ആയുധ സംവിധാനങ്ങൾ വഹിക്കാനും വിമാനത്തിന് കഴിയണം. കൂടാതെ ലഡാക്ക്, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ചെറിയതും പരിമിത സൗകര്യങ്ങളുള്ള അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ടുകളിൽ സുരക്ഷിതമായി ഇറങ്ങാൻ കഴിയണമെന്നും വ്യോമസേന ആവശ്യപ്പെടുന്നു. എയർബസിന്റെ A400M-ന് 37 ടൺ വരെ ചരക്ക് വഹിക്കാൻ കഴിയും. ഹെലികോപ്റ്ററുകൾ, മറ്റ് സായുധ വാഹനങ്ങൾ തുടങ്ങിയ വലിയ ഉപകരണങ്ങൾ പോലും കൊണ്ടുപോകാൻ കഴിയുന്ന ഈ വിമാനം ദീർഘദൂര ദൗത്യങ്ങൾക്കും വികസിപ്പിക്കാത്ത റൺവേകളിൽ നിന്നുള്ള പ്രവർത്തനത്തിനും അനുയോജ്യമാണ്. എന്നാൽ ഇതിൻ്റെ മേലുള്ള ഉയർന്ന വാങ്ങുന്നതും പരിപാലനവും ഉൾപ്പെടെയുള്ള ചെലവ് A400M-ന് പ്രധാന വെല്ലുവിളിയായി കണക്കാക്കപ്പെടുന്നു. ലോക്ഹീഡ് മാർട്ടിന്റെ C-130J ലോകമെമ്പാടുമുള്ള യുദ്ധഭൂമികളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വിമാനമാണ്. ഏകദേശം 20 ടൺ വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന ഇത് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളിലും ചെറിയ റൺവേകളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന വിമാനമാണെങ്കിലും സൊരാവർ ലൈറ്റ് ടാങ്ക് പോലുള്ള ഭാരമേറിയ ഉപകരണങ്ങൾ വഹിക്കാൻ ഇതിന് കഴിയില്ല. വിമാനത്തിന്റെ വാൽഭാഗം ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾ നിലവിൽ ഇന്ത്യയിൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് നിർമ്മിക്കുന്നുമുണ്ട്. 26 ടൺ വരെ ചരക്ക് വഹിക്കാൻ കഴിയുന്ന എംബ്രയറുടെ C-390 മില്ലേനിയം ഇന്ത്യൻ വ്യോമസേന ആവശ്യപ്പെടുന്ന ശേഷിയുമായി ഏറ്റവും അടുത്ത് പൊരുത്തപ്പെടുന്ന ഒരു വിമാനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ജെറ്റ് എഞ്ചിനുകൾ ഉള്ളതിനാൽ വേഗമേറിയ യാത്രയും കുറഞ്ഞ ദൗത്യസമയം ഇതിന്റെ പ്രത്യേകതയാണ്. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷി ഉൾപ്പെടെയുള്ള സവിശേഷതകളും ഇതിനെടുത്ത് പറയാനുണ്ട്. ഓസ്ട്രിയ, ഗ്രീസ്, നെതർലൻഡ്സ്, പോർച്ചുഗൽ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ C-130 വിമാനങ്ങൾക്ക് പകരമായി C-390 തിരഞ്ഞെടുക്കുകയോ അതിനുള്ള നടപടികൾ ആരംഭിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിനകം ഇന്ത്യൻ വ്യോമസേന ഈ വിമാനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിർമ്മാണം നടത്തുന്നതിനായി എംബ്രയറും മഹീന്ദ്ര ഗ്രൂപ്പും ഇതിനകം ധാരണയിലെത്തിയിട്ടുണ്ട്. വിമാനത്തിന്റെ പ്രകടനം മാത്രമല്ല, ഇന്ത്യയിലെ വ്യവസായ പങ്കാളിത്തവും അന്തിമ തീരുമാനത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. എയർബസിനും ലോക്ഹീഡ് മാർട്ടിനും ടാറ്റയുമായി നിലവിലുള്ള സഹകരണം ഉണ്ടെങ്കിലും എംബ്രയർ മഹീന്ദ്ര കൂട്ടുകെട്ട് പ്രതിരോധ വ്യവസായ രംഗത്ത് പുതിയ നാഴികക്കല്ലാകുമെന്നാണ് വിലയിരുത്തൽ. തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്പനിക്ക് വിമാനങ്ങളുടെ മുഴുവൻ സേവനകാലത്തേക്കും ആവശ്യമായ എഞ്ചിൻ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള സമഗ്രമായ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ അഥവാ MRO ഹബ്ബ് ഇന്ത്യയിൽ സ്ഥാപിക്കേണ്ടതും കരാറിന്റെ പ്രധാന വ്യവസ്ഥയായിരിക്കും.